ഗൈസ്, ഇന്ന് നടന്ന തേർഡ് പ്ലേസിനുള്ള ഇംഗ്ലണ്ടും ഫ്രാൻസും മത്സരം കാണാത്തവർക്ക് 1 മിനിറ്റ് സൈലൻസ് എന്തായാലും കൊടുക്കണം. സത്യം പറയാലോ, ഏതാ മാച്ച്? ഇത് സത്യം പറഞ്ഞ ഒരു വേൾഡ് കപ്പ് ഫൈനല് മാച്ച് തന്നെയായിരുന്നു. അമ്മാതിരി സത്യം പറഞ്ഞാൽ കുറെ പേര് ഞാൻ ഉൾപ്പെടെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇവന്മാർ അത്രയും ഒരു ലൂസേഴ്സ് ഫൈനലിൽ നല്ലപോലെ പെർഫോം ചെയ്യത്തില്ല, ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കളിച്ചിട്ട് എന്ത് ഗുണമെന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും കളിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ നിന്നു. ബ്രോ, ടോട്ടലി ഇൻ ദിസ് മാച്ച് 10 ഗോൾസ് ആണ് സ്കോർ ചെയ്തേക്കുന്നത്. 10 ഗോൾസ്, 6-4. ബ്രദർ, ഏതാന്ന് നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, ഒരു സൈഡിൽ നിന്ന് ഈ മാച്ച് റെഫറി ചെയ്ത ആ റെഫറിക്ക് വരെ ഇഞ്ചുറി പറ്റി. കാലൊക്കെ ഇരുന്ന് അവിടെ പോയി തടവടൊക്കെ കണ്ടായിരുന്നു. എന്റെ പൊന്നു, ഏതാ മാച്ച്? നോ വേർഡ്സ് ബ്രോ. അവിടുന്ന് ഒലീസെ, എംബാപ്പെ കോംബോ, ഡെംബേലെ, പിന്നെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഇംഗ്ലണ്ട് ഡോമിനേഷൻ, പിന്നെ സെക്കൻഡ് ഹാഫ് പറയുമ്പോൾ ഫ്രാൻസ് ഡോമിനേഷൻ. എന്റെ പൊന്നു, പ്ലേയിങ് സ്റ്റൈലൊക്കെ മാറി അറ്റാക്കിങ്. പിന്നെ ഇവിടെ ഇംഗ്ലണ്ടിന് കളി മാറാൻ കാരണം ജൂഡ് ബെല്ലിംഗം ഇറങ്ങിയതോടെ പ്ലെയർ, ഓ മൈ ഗോഡ്, ആ പ്ലെയർ ആ കളിയെ മാറ്റിയെടുത്തു. ബെല്ലിംഗം ഒറ്റയ്ക്ക് ആ ടീമിനെ പിന്നെ അങ്ങോട്ട് ഡ്രിബിൾ ചെയ്തു. ബെല്ലിംഗമിന്റെ ഒരു ഗോള്, ലാസ്റ്റ് ഗോൾ ആകുമ്പോ ഏതാ ഗോള് ബ്രോ? പിന്നെ സാക്കയുടെ ഒരു ഹാട്രിക്. ബ്രദർ, ഇനിയിപ്പോ ആഴ്സണൽ ഫാൻസ് കുറെ വരും, മനസ്സിലായോ? അത് കേൾക്കാനാണ് നമുക്ക് പറ്റാത്ത. ആഴ്സണൽ ഫാൻസ് ഇപ്പോൾ കമ്പയർ ചെയ്തോണ്ട് വരും, മെസ്സി ഇത് ലെഗസി വെച്ചോണ്ട്. അതാണ് കേൾക്കാൻ വയ്യാതെ. ബട്ട് ദ മാച്ച് വാസ് വർത്ത് ഇറ്റ് ഗൈസ്. കിട്ടില്ല മാച്ച്. മിസ് ചെയ്തവർക്ക് 1 മിനിറ്റ് സൈലൻസ്. ഇനി നാളെ വേൾഡ് ഫൈനലാണ്, അർജന്റീന സ്പെയിൻ. നമുക്ക് ആ മാച്ചിന്റെ എന്താവുമെന്ന് നമുക്ക് അറിയത്തില്ല. സോ ലെറ്റ് ദ ബെറ്റർ ടീം വിൻ. പേഴ്സണലി മെസ്സി അടിക്കണമെന്നാണ്. ഓക്കെ, അപ്പൊ ശരി.